ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദിനെ കല്ലെറിയുന്നവരോട്, ഉസ്താദിനെ ചീത്ത പറയുന്നവരോട്, ഉസ്താദിനെതിരെ സംസാരിക്കുന്നവരോട്, അവര് ചെയ്യുന്ന നന്മകൾ നാളെ നിശ്ചയമായും ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കാണ് നഷ്ടം. നിങ്ങൾ ഈ ചീത്ത പറഞ്ഞതുകൊണ്ടോ, നിങ്ങൾ ഈ തെറി പറഞ്ഞതുകൊണ്ടോ ഉസ്താദിന് ഒന്നുമാകാൻ പോകുന്നില്ല. കാരണം ഉസ്താദ് അതൊക്കെ പൂമാല പോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എറിയുന്ന ഓരോ കല്ലുകൊണ്ടും ഉസ്താദ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് അതേപോലെ തിരിച്ചെറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ സംഘടന വെറും ശൂന്യമാകുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഓരോ ഇന്ത്യൻ മുസൽമാന്റെയും അഭിമാനമായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്ന് ഈ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ശീർഷകത്തിൽ, അതായത് മനുഷ്യർക്കൊപ്പം എന്ന ടാഗ്ലൈനോടുകൂടി നടത്തുന്ന കേരള യാത്ര അതിഗംഭീരമായി കേരളക്കരയാകെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രയാണം മുന്നോട്ട് കുതിക്കുകയാണ്. ഉസ്താദിന്റെ ഓരോ സ്വീകരണ പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് എത്തുമ്പോൾ ജനലക്ഷങ്ങൾ കൂടിക്കൂടി വരികയാണ്. ജാതി, മത, വർണ്ണ, വർഗ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യരെ മനുഷ്യരായി കാണണം എന്നാഗ്രഹിക്കുന്ന ഓരോ ആളുകളും ഈ യാത്രയെ അനുഗമിക്കുകയാണ്. യാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഈ മനുഷ്യർക്കൊപ്പം എന്നുള്ള ടാഗ് ലൈന് എന്ന് ഞാൻ പറയാൻ കാരണം, ഉസ്താദ് മുസ്ലിമിനൊപ്പം എന്നല്ല പറഞ്ഞത്, കേരളീയർക്കൊപ്പം എന്നല്ല പറഞ്ഞത്, ഇന്ത്യക്കൊപ്പം എന്നല്ല പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞത് മനുഷ്യർക്കൊപ്പം എന്നാണ്. മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയണം. എവിടെയൊക്കെയോ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട്, പല മനുഷ്യന്മാരെയും അടിച്ചു കൊല്ലുന്നതായിട്ടും വളരെ നികൃഷ്ടമായി കൊല ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. മനുഷ്യന്മാരെ കൊന്നുകളയുന്നതും അതുപോലെ തന്നെ ബീഫിന്റെയും മറ്റും പേര് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊല്ലുന്നതൊക്കെ മുമ്പ് എവിടെയെങ്കിലും കേട്ടുകൊണ്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ നാടുകളിലേക്കും നമ്മുടെ നഗരങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ്. പച്ചയായ മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് വളരെ മൃഗീയമായി ആളുകൾ കൂട്ടം ചേർന്നുകൊണ്ട് അടിച്ചു കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്താൻ മാത്രം അത്രയും അധപ്പതിച്ച മനുഷ്യ മനസ്സുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല. അത് നമുക്ക് മാറ്റിയെടുക്കണം. അതിന് അടിക്കുന്ന ആളുകളെ തിരിച്ചടിക്കുക എന്നുള്ള മനസ്സോടുകൂടെയല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നന്മകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, നന്മകൾ ചെയ്തു കാണിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിലും ഈ ഉസ്താദിന് ഇത്രയും ഈ വയസ്സാം കാലത്ത് എന്തിനാണ് ഇതുപോലെ ഒരു യാത്ര നടത്തേണ്ട ആവശ്യം? ഉസ്താദ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളമാകുന്ന ഇട്ടാവട്ടത്ത് മാത്രം അറിയപ്പെടുന്ന ആളല്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് മാത്രം അറിയപ്പെടുന്ന ആളല്ല. ലോക രാജ്യങ്ങളിൽ ഇത്രത്തോളം ജനപിന്തുണയുള്ള, ഇത്രത്തോളം അംഗീകാരമുള്ള വേറെ ഒരു മുസ്ലിം പണ്ഡിതനുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ ഏകദേശ എല്ലാ രാജ്യങ്ങളിലും ഉസ്താദിന്റെ ശിഷ്യന്മാർ, ഉസ്താദിന്റെ അനുയായികൾ അവരുടെ സ്ഥാപനങ്ങളായി, അവരുടെ കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദിന്റെ സേവനങ്ങൾ എത്താത്ത രാജ്യങ്ങൾ വളരെ കുറവായിരിക്കും. അബുൽ ഐത്താം എന്ന ഓമന പേരോട് കൂടിയാണ് ഉസ്താദ് അറിയപ്പെടുന്നത്. യതീം മക്കളുടെ ബാപ്പ എന്നാണ് അതിനർത്ഥം. ഉസ്താദിന് ഇനിയും ഇതുപോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഉസ്താദ് ഈ ജീവിതത്തിന്റെ ഇടക്ക് തന്നെ ചെയ്തു കൂട്ടിയിട്ടുള്ള നന്മകൾ, അത് മാത്രം മതി ഉസ്താദിന് സ്വർഗത്തിൽ കടക്കാൻ. അല്ലെങ്കിൽ ഉസ്താദ് ചെയ്യുന്ന നന്മകളൊന്നും വേണ്ട ഉസ്താദിന് സ്വർഗത്തിൽ കടക്കാൻ. ഉസ്താദിനെ ചീത്ത പറയുന്ന, ഉസ്താദിനെ തെറി വിളിക്കുന്ന, ഉസ്താദിനെ കല്ലെറിയുന്ന ആളുകൾ ചെയ്യുന്ന നന്മകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉസ്താദിന് കിട്ടുമെന്നതിന് യാതൊരു സംശയമില്ല. ഞാൻ ഇത് പറയാൻ കാരണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചില്ലേ, മനിൽ മുഫ്ലിസു യാ സഹാബ. ഞാൻ ചരിത്രം വിശദീകരിക്കുകയല്ല. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ, അതായത് പാപ്പറായവർ എന്ന് പറഞ്ഞാൽ ആരാന്ന് സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു, നബിയെ, അത് പൈസ ഇല്ലാത്തവര്, പണമില്ലാത്തവര്, സമ്പത്തില്ലാത്തവരാണ് ഈ പാപ്പറായവര് എന്ന് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവരല്ല പാപ്പറായവര്. പാപ്പറായവര് എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ട് അവര് മരണപ്പെട്ടിട്ട് അവർ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോ ആ സിറാത്ത് പാലത്തിന്റെ അടുത്ത് വെച്ച് പുറകിൽ നിന്ന് ആളുകൾ വിളിക്കുകയാണ്, പടച്ചോനെ, അദ്ദേഹം എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്നെ ഗീബത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ട്,
അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നുകൂടെ വിചാരണ ചെയ്തിട്ട് അദ്ദേഹത്തിൽ നിന്നുള്ള നന്മകൾ എനിക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പുറകിൽ നിന്ന് വരാൻ തുടങ്ങും. അങ്ങനെ ഓരോ ആളുകൾക്കും അവരെ ചീത്ത പറഞ്ഞതിനനുസരിച്ച്, അവരെ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞതിനനുസരിച്ച് ഇദ്ദേഹത്തിൽ നിന്നുള്ള നന്മകൾ എടുത്തു കൊടുക്കുകയും അവസാനം നന്മകളൊക്കെ തീർന്നാൽ പിന്നെയും ആളുകൾ കംപ്ലൈന്റുമായി വരുന്നുണ്ട്. അവർക്ക് കൊടുക്കാൻ നന്മ ഇല്ലാത്തത് കൊണ്ട് അവര് ചെയ്ത തിന്മകളൊക്കെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇടുകയും സ്വർഗത്തിലേക്ക് പോകാൻ പോയ ആള് നരകത്തിൽ കടക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അദ്ദേഹമാണ് പാപ്പർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ആ മഹ്ശറയിൽ അവിടെ ചോദ്യം ചെയ്യേണ്ട സമയമാണ്, അവിടെ പ്രതികാരം ചെയ്യേണ്ട സമയമാണ്. ഇവിടെ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അവിടെ പ്രതികാരം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദിനെ കല്ലെറിയുന്നവരോട്, ഉസ്താദിനെ ചീത്ത പറയുന്നവരോട്, ഉസ്താദിനെതിരെ സംസാരിക്കുന്നവരോട് അവര് ചെയ്യുന്ന നന്മകൾ നാളെ നിശ്ചയമായും ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കാണ് നഷ്ടം. നിങ്ങൾ ഈ ചീത്ത പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ ഈ തെറി പറഞ്ഞതുകൊണ്ടോ ഉസ്താദിന് ഒന്നുമാകാൻ പോകുന്നില്ല. കാരണം ഉസ്താദ് അതൊക്കെ പൂമാല പോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എറിയുന്ന ഓരോ കല്ലുകൊണ്ടും ഉസ്താദ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് അതേപോലെ തിരിച്ചെറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ സംഘടന വെറും ശൂന്യമാകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച ആ ഒരു പാത അതേപോലെ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദ്. നമ്മുടെ മുൻഗാമികളായ ഓരോ പണ്ഡിതന്മാരും അഇമ്മത്തുൽ അർബഅ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ആളുകളും ആ കഷ്ടപ്പാട് അനുഭവിക്കാതെ ഇവിടെ ജീവിച്ചിട്ടില്ല. നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിച്ചത്? അവിടുന്ന് സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും ഹിജ്റ പോകേണ്ടി വന്നില്ലേ? ത്വായിഫിലുള്ള ആളുകൾ തന്നെ സ്വീകരിക്കുമെന്ന് ത്വായിഫിലേക്ക് പോയപ്പോ അവിടെ നിന്നും കല്ലെറിഞ്ഞോടിച്ചില്ലേ? അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിയിട്ട് രക്തം വന്നില്ലേ? ആർക്ക് വേണ്ടി? ഇതൊക്കെ ഉമ്മത്തിയാകുന്ന നമുക്ക് വേണ്ടി, ഓരോ മുസ്ലിമിനും വേണ്ടിയാണ് അവിടുന്ന് സഹിച്ചതെങ്കിൽ അതേ പാത പിന്തുടർന്നുകൊണ്ട് എന്ത് ചെയ്താലും, എത്ര ചീത്ത വിളിച്ചാലും, എന്ത് ചെയ്താലും ഉമ്മത്തിന് വേണ്ടി ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് പ്രയത്നിച്ചുകൊണ്ടാണ് ഉസ്താദ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വയസ്സാം കാലത്ത് ഉസ്താദിന് ഇതിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും മന്ത്രിമാരുടെ കൂടെ, ഏതെങ്കിലും പ്രധാനമന്ത്രിമാരുടെ കൂടെ, ഏതെങ്കിലും അറബ് രാജ്യത്തുള്ള രാജാക്കന്മാരുടെ കൂടെ സ്വർഗീയമായ ജീവിതം ഉസ്താദിനെ നയിക്കാമായിരുന്നു. പക്ഷേ ഉസ്താദിന് അതല്ല ലക്ഷ്യം. ഉസ്താദിന് ഈ ലോകത്തുള്ള സ്വർഗമല്ല ലക്ഷ്യം, ഉസ്താദിന് ആഖിറത്തിലുള്ള സ്വർഗമാണ് ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം ഇനിയും ആ തണല് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ആരോഗ്യവും ആയുസ്സും നൽകണേ റഹ്മാനെ. തടിക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഇനിയും ഒരുപാട് ആളുകൾക്ക് അവിടുന്ന് സാന്ത്വനം നൽകാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇവിടെ ഉസ്താദ് നടത്തുന്നത് 3ാമത്തെ കേരള യാത്രയാണ്. ഇവിടെ ഉസ്താദിന്റെ യാത്ര മറ്റുള്ള യാത്രകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇവിടെ ഒരുപാട് ആളുകൾ കേരള യാത്ര നടത്തിയിട്ടുണ്ട്, ഒരുപാട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ട്, മതസംഘടനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത് ഇവിടെ കേരള യാത്ര നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മേളനങ്ങൾ നടത്തുന്ന ഓരോ വിഭാഗക്കാരും അവരുടെ എതിരിലുള്ള ആളുകളെ കുറ്റം പറയാതിരിക്കില്ല, അവരുടെ കുറ്റങ്ങളും കുറവുകളും എണ്ണി പറയാതിരിക്കില്ല. എന്നാൽ ഉസ്താദിന്റെ കേരള യാത്രയാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മേളനങ്ങളാവട്ടെ, എവിടെ നോക്കിയാലും മറ്റൊരാളെ കുറ്റവും കുറവും പറയാതെ ഉമ്മത്തികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്റെ ജീവിതത്തിൽ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നത് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഉസ്താദ് ഓരോ യാത്രയും ഓരോ സമ്മേളനങ്ങളും നടത്തുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ ആളുകളും അംഗീകരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മാത്രവുമല്ല, ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഓരോ മുസ്ലിമിനും എന്ത് പ്രശ്നം വരുമ്പോഴും അതിൽ തൻ്റെതായ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഉസ്താദ് ഇടപെടാറുണ്ട്. നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഉസ്താദ് ചെയ്യാറുണ്ട്. അവിടെ ജാതി മത വർണ്ണ വർഗം നോക്കാറില്ല. അതൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. ഇപ്പൊ അടുത്ത് നമ്മുടെ സഹോദരി നിമിഷപ്രിയയുടെ കാര്യത്തിൽ തന്നെ അവര് ഡേറ്റ് നിശ്ചയിച്ച ഡേറ്റ് പോലും ഉസ്താദ് ഇടപെട്ടിട്ട് അതൊന്ന് നീട്ടിവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ
അത് ഉസ്താദിന്റെ മാത്രം കഴിവാണ്. ഇവിടെ ഉസ്താദിന്റെ മാത്രം കഴിവാണ് എന്ന് ഞാൻ പറയുമ്പോ ഇവിടെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ അവിടെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരൊന്നും ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ കഴിവിന്റെ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ട് രാജ്യങ്ങളാകുമ്പോ അവരുടെ നയതന്ത്രപരമായ കാര്യങ്ങളൊക്കെ അവിടെ നോക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരു രാജ്യത്തിലേക്ക് മറ്റുള്ള രാജ്യക്കാർക്ക് പോയിട്ട് അവരുടെ നയപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല. അതിനൊക്കെ ഒരുപാട് അതിർവരമ്പുകളുണ്ട്. ഇവിടെ ഉസ്താദ് ഇടപെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉസ്താദിന് ലോക രാജ്യങ്ങളിലുള്ള ആ പിടിപാട് കൊണ്ട് ആ രാജ്യത്തുള്ള ആളുകളുമായി സംസാരിച്ചിട്ട് ആ ഒരു സമയം അങ്ങോട്ട് നീക്കിവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദ് ഇവിടെ ജാതി മത വർണ്ണ വർഗം നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. അതുപോലെ ഉസ്താദിന്റെ കീഴിൽ നടത്തുന്ന സ്വാന്തനം പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഇവിടെ മുസ്ലിമാണോ അല്ലെങ്കിൽ മറ്റേതും വിഭാഗീയക്കാരാണോ എന്ന് വേർതിരിച്ചിട്ടല്ല നൽകുന്നുള്ളത്. സ്വാന്തനത്തിന്റെ ആംബുലൻസ് പോകുമ്പോ അതില് മുസ്ലിമീങ്ങളെ മാത്രമാണ് കയറ്റുക എന്നല്ല പോകുന്നുള്ളത്. എല്ലാ ജാതി മതക്കാർക്കും ഇവിടെ ഉസ്താദിന്റെ സ്വാന്തന പ്രവർത്തനങ്ങൾ ലഭിക്കുന്നുണ്ട്, ഒരു നിലക്കല്ലെങ്കിൽ പിന്നൊരു നിലക്ക്. അതുപോലെ മനുഷ്യരെ കാണുന്ന എല്ലാ ആളുകളും ഇന്ന് ഉസ്താദിനെ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണമാണ് ഉസ്താദിന്റെ ഓരോ സ്വീകരണ പോയിന്റിലേക്കും എത്തുമ്പോ ജനലക്ഷങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. ഇത് ആര് കണ്ടില്ല എന്ന് നടിച്ചാലും കാണേണ്ടവർ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാനും ആ നേതൃത്വത്തിന്റെ കീഴിലായി നമുക്ക് പ്രവർത്തിക്കാനുമുള്ള ദീർഘായുസും ആഫിയത്തും ആരോഗ്യം അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.